നടന്മാരുടെ കൂടെ 8 സഹായികളാണ് വരുന്നത്. ആ തൊരപ്പം പച്ചാളം ബാസി, 2 തിരുമുകാർ, മേക്കപ്പ്, അരിവെപ്പുകാർ, കുടപിടുത്തക്കാർ എന്ന് വേണ്ട. ഇതിനെയൊക്കെ എങ്ങനെ താങ്ങുമെന്ന് എനിക്കൊരു നിശ്ചയവും. ഇവനൊക്കെ മലയാള സിനിമ തൊലച്ചയാണെന്ന് ബേബിക്കുട്ട. അല്ല, മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പോലുള്ളവന്റെ മൂഡ് താങ്ങുന്നത് നിങ്ങൾ തന്നെയാണല്ലോ. നിവർത്തികേട്. ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ഹീറോയിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയായിട്ടില്ല. ഞാനൊന്ന് ട്രാവൽസ് വരെ പോയിട്ട് വരാം. അല്ലെങ്കിലും സെറ്റ് കാണാൻ ഞാൻ വരേണ്ട കാര്യമില്ല, ഉദയം നോക്കിയാൽ മതി. Thank you, sir. സെറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ സെറ്റേ ഞാനങ്ങോട്ട് പോയില്ല. അതെന്താ? മദ്രാസിൽ MGR ഫിലിം സിറ്റിയിൽ നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യാം. എന്ത്? അതേ നടക്കൂ. ദയവ് ഇത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഉദയൻ എന്താ ഭ്രാന്തുണ്ടോ? മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാശ് എത്ര നഷ്ടം വരുമെന്ന് അറിയാവോ? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എനിക്കാണ്. ഒരു സംവിധായകന്റെ മനസ്സാണ് അയാളുടെ സിനിമ. മനസ്സ് നേരുന്നില്ലെങ്കിൽ എല്ലാം നഷ്ടമായി പോകും. ബേബിക്കുട്ടിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലേ? അവൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ പോലും ഉപേക്ഷിച്ചത്, ഒരു ഹോട്ടൽ ജോലിക്കാരനായത്. എന്നെ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞു പോയവൾ ഏതൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയോ? അവളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യും? മനസ്സിലായില്ല. അന്വേഷിച്ചപ്പോൾ ഇനിയും കുറേ നാൾ അവർക്കിവിടെ ഷൂട്ടിംഗ് ഉണ്ടത്രേ. അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ബേബിക്കുട്ടിന് കഴിയുന്നില്ലേ? കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുക്കുകയാണ് നമ്മൾ. ആ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ആലോചിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് തമ്മിൽ കാണേണ്ടി വന്നാൽ, എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ? നാണമില്ലേ നിനക്കിങ്ങനെ സംസാരിക്കാൻ? ആർ യു നോട്ട് എ പ്രൊഫഷണൽ? 10-12 കൊല്ലം സഹസംവിധായകനായിട്ട് ചൊരച്ചിട്ട് ഇതാണോ നീ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയത്? വേണ്ട, ഷൂട്ട് ചെയ്യണ്ട. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യാം. എല്ലാം ക്യാൻസൽ ചെയ്യാല്ലേ? അല്ലെങ്കിൽ MGR ഫിലിം സിറ്റി പോവാം, അവിടെ മധുമതി വന്നാൽ. അമേരിക്കയ്ക്ക് പോവാം, അവിടെ മധുമതി വന്നാൽ. ഓടാൻ തീരുമാനിച്ചവൻ ജീവിതാവസാനം വരെ ഓടിക്കൊണ്ടേയിരിക്കും. അവളെല്ലാം മറന്ന് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. തമ്മിൽ കണ്ടാൽ എന്തിനാ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഇഷ്യൂ ഉണ്ടാവണോ ഉണ്ടാവണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഉദയന്റെ ആദ്യത്തെ സിനിമയാണ്. മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങണം. മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ബർത്ത്ഡേ സെലിബ്രേഷന് ജോസഫ് കൊണ്ടുവരുന്ന ബൊക്കെയാണ്. ഇതെവിടുന്ന്? ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചാൽ? ഫ്ലവേഴ്സ് ഇവിടുന്ന് വാങ്ങി ഞങ്ങൾ അസംബിൾ ചെയ്തു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. അതെ, ക്യാമറ കുറച്ച് ലോയിൽ ഉദയം നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് അൺനെസസറി ഓബ്ജക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ശരിയാ, വെറുതെ ആളുകളുടെ ശ്രദ്ധ ഒബ്ജക്റ്റിലേക്ക് തിരിയും. ഫ്രെയിം കുറച്ചൊന്ന് കോമ്പാക്റ്റ് ആവണ്ടേ? അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ. നമസ്കാരം സാർ. റഫീഖ് എപ്പോൾ എത്തി? ഇന്ന് കാലത്ത് ഹൈദരാബാദ് എക്സ്പ്രസിന്. നീ വന്നേ. നീ എന്താ എന്നെ വിളിച്ചത്? സാറേന്നോ? അല്ല, അത് നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണോ റഫീഖ്? സെറ്റിൽ വെച്ചൊരു ഡയറക്ടറെ. അങ്ങനെ നിയമമൊന്നുമില്ല. നീ എന്നെ സാറേ എന്ന് വിളിച്ചാൽ നമ്മൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ട. ഇല്ല, ഇനിയില്ല. എന്നാലും ഉദയൻ എന്നെ ഓർത്തല്ലോ. ഉദയന്റെ പടത്തിലൊരു വേഷം ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പ്രൊഡക്ഷന്മാരോട് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിലാവുന്നത് സന്തോഷം കൊണ്ട്. ഞാൻ വലിയ നടന്നൊന്നുമല്ലല്ലോ. എത്ര കാലം ചാൻസ് അന്വേഷിച്ച് തണ്ടാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ റോൾ ഉണ്ടെന്നും പറഞ്ഞ് ഒരാളെന്നെ വിളിക്കുന്നത്.
ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഉം? ഉദയ, ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലേ, ഒരെണ്ണത്തിന് ഒരു മലയാളി ലുക്കില്ല. ആന്ധ്രാക്കാർക്ക് മലയാളി ലുക്ക് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, അവരുടെ ഫേസ് ഒന്നും അങ്ങനെ ഫോക്കസ് വരുന്നില്ല. നമസ്കാരം സർ. നമസ്കാരം. ബാലേഷ, ആ കാർ എടുക്കണ്ട, ചിലപ്പോ ഇവിടെ ആവശ്യം വരും. മാരുതി എടുത്തോളൂ. ആ താക്കോൽ എന്റെ കയ്യില. ഇരിക്കേ റഫിക്കെ. അയ്യോ ഞാൻ ഇരിക്കടോ. വേണ്ട, ഞാൻ അവിടെ മാറി നിന്നോളാം. നീ ഇപ്പൊ എന്റെ അടുത്തിട്ടിരിക്കുന്ന ഈ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ ഇതേ നിൽപ്പ് നിൽക്കേണ്ടി വരും. ഇരിക്കേ. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഉം. എന്താ ഉദയനും മധുമതിയും തമ്മില്? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. എന്നാലും നമ്മുടെ രാജപ്പൻ കയറിയൊരു കയറ്റോ എനിക്ക് സന്തോഷം. ഉദയ, ദേഷ്യമൊക്കെ മറന്ന് നിങ്ങൾ ഒന്നായല്ലോ. അവൻ സ്റ്റാർ ആയതിനു ശേഷം റഫീഖ് അവനെ കണ്ടിരുന്നു. എവിടെന്ന്? ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുക ഞാൻ. ഉദയന് ദ്രോഹം ചെയ്തെങ്കിലും പാവം എന്തുമാത്രം അലഞ്ഞു. പക്ഷെ ഒന്നും കേട്ടോ, അന്നേ അവന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവൻ എത്തി. അവൻ ഇനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. ചേർ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. ഓ ഹലോ പച്ചാളം. അതെ അതെ, ഹൈദരാബാദ് രാമുജി റാവു ഫിലിം സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡയറക്ടറോ? അതൊരു പുതിയ ആളാ, ഒരു ഉദയഭാനു. അയാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സരോജ് സാറ് ഡേറ്റ് കൊടുത്തു. അതൊന്നും പറയാൻ നോക്കൂല. അയാളുടെ ഡയറക്ഷൻ ശരിയല്ലെങ്കിൽ സരോജ് സാർ പ്ലെയിൻ കയറി സ്ഥലം വിടും. സ്വഭാവം അറിയാമല്ലോ. മുന്തിരിത്തോട്ടം 200 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? വാക്കുറപ്പിച്ചോ, അഡ്വാൻസ് നാളെ തന്നെ എത്തിച്ചേക്കാം. മൂപ്പരുടെ വാക്കെന്ന് പറഞ്ഞ അയ്യോ സരോജ് സാർ ബെൻസ് കാർ വന്നോണ്ടിരിക്കണം. ബെൻസ് കാറില് ഞാൻ പിന്നെ വിളിക്കാം. ഇത് കേരളമല്ല, ഹൈദരാബാദാണ്. വലിയ ഹോസ് ഒന്നും വേണ്ട, കാണാനാളില്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ കസേര ഇങ്ങോട്ട് കൊണ്ടോടൂ. അവിടെ മോർണിംഗ്. ഗായത്രി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. നാട്ടുമാങ്ങ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും കളറില്ലായിരുന്നു. താങ്ക് യു സർ. അതോ ഇപ്പൊ ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? നമസ്കാരം സാർ. ഷൂട്ടിങ്ങിനിടയിൽ സരോജ് സാറിന് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആരും പറഞ്ഞില്ല സാർ. അതാരെങ്കിലും പറയണോ? മലയാളം ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളല്ലേ. എഴുതിക്കോളൂ. ലഞ്ചിനും ഡിന്നറിനും വേണ്ട വിഭവങ്ങൾ പ്രിന്റ് ചെയ്തത് ഞാൻ തരാം. ഇതല്ലാതെ ഉള്ളതാണ്, എഴുതിക്കോളൂ. ഇളനീർ 30, ആസ്ട്രേലിയൻ ആപ്പിൾ 20, ബദാം കേക്ക് 1 കിലോ, കാഡ്ബറീസ് ബിസ്ക്കറ്റ് 10 പാക്കറ്റ്, പ്ലാച്ചിമട 10 ബോട്ടിൽ. പാച്ചിമടേ? അതെ, പ്ലാച്ചിമടയിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നു. അതിൽ വിഷാംശം ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് പച്ചാളം. അയ്യോ അത് വേണ്ട. പകരം കരിമ്പിൻ ജ്യൂസിൽ പാലും അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ. അതിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്തോളൂ. കുങ്കുമപ്പൂ. ഗായത്രി കുങ്കുമപ്പൂ കഴിക്കാറില്ലേ? ഇല്ല സർ. അയ്യോ, കളർ വരാൻ ഇത്രയും നല്ല സാധനമില്ല. ഇതാ എന്നെ നോക്കൂ. രായപ്പ, സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു. എടോ 10 പാക്കറ്റ് ജോൺ പ്ലേയേഴ്സ്. അതെ, തൽക്കാലം അത്രയും മതി. രായപ്പൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ റഫീഖാണ്. റഫീഖ്. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആരും അടുത്തേക്ക്. പച്ചാളം സാർ, എന്നെ രാജപ്പാന്ന് വിളിച്ചവനെ സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളി. പെരുമാറണോ? പറയാം. താൻ എന്തിനിവിടെ വന്നു? ഉദയനൊരു വേഷം തന്നു. ഓഹോ, അല്ലാതെ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് രാജപ്പാന്ന് വിളിച്ച് എന്നെ നാറ്റിക്കാൻ ഉദയൻ വിട്ടതല്ല. രാജപ്പനെ രാജപ്പാന്ന് വിളിച്ച നാറ്റാവുന്ന എങ്ങനെയാ? അത് നാറ്റമാണ്. വെറും കൺട്രികളായ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. ഇപ്പൊ ഞാൻ സരോജ് കുമാറാണെന്നറിയില്ലേ? എന്റെ നിലയും വിലയും മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ പടത്തും തന്നെ ഞാൻ കട്ട് ചെയ്തളയും. ഓക്കെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ സർ? ഓക്കെ, എന്താണ് സീന്? ഈ ദേവിയുടെ അച്ഛന്റെ സുഹൃത്താണല്ലോ രാമഭദ്രൻ. ഏത് ദേവി? ഏത് രാമഭദ്രൻ? ദേവിയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഗായത്രി. രാമഭദ്രൻ അത് ഞാനായിരിക്കും. എന്നിട്ട് ഗായത്രി ദേവിയുടെ അച്ഛൻ ആകസ്മികമായി മരിച്ചതിന് ശേഷം നിരാലംബയായ ദേവിയെ രാമഭദ്രൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ട്രെയിനിൽ വെച്ചുള്ള രാമഭദ്രന്റെ പെരുമാറ്റം ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇടയ്ക്ക് ഏതോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ആ സീനിന് ശേഷം 1 മാസം കഴിഞ്ഞ്
ദേവിയും രാമഭദ്രനും അവിചാരിതമായി കണ്ടുമുട്ടുന്നു. ആ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. രാമഭദ്രൻ അന്നത്തെ സംഭവത്തിൽ ദേവിയോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ മാപ്പ് ചോദിക്കാനോ? അത് ഇത്തിരി പോകുന്ന ഒരു പെണ്ണിനോട്? ഞാൻ ഇന്ന് വരെ ഒരു സിനിമയിലും ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല, അറിയാമോ? സരോജ് സാറിന്റെ ആരാധകർ സ്ക്രീൻ വലിച്ച് കീറും. വേണമെങ്കിൽ അവൾ എന്നോട് മാപ്പ് ചോദിക്കട്ടെ, ട്രെയിനിൽ നിന്ന് സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയതിന്. ആ, അതാണ് അതിന്റെ ശരി. സീൻ മാറ്റി എഴുതൂ. അത് മിസ്റ്റർ സരോജ്, ദേവി എല്ലാത്തിനും മാപ്പി ചോദിക്കുന്ന വേറൊരു സീൻ നമ്മൾ എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, മിക്ക കഥാപാത്രങ്ങളും ഒടുവിൽ സരോജിനോട് മാപ്പ് പറയുന്ന സീനും ഉണ്ട്. ഓ, ഓക്കെ ഓക്കെ, സമ്മതിച്ചു. അപ്പൊ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയാണ്. നമ്പർ 24 ലെൻസ് ഇട്ടിട്ട് ക്യാമറ ക്രെയിനിൽ എടുത്ത് വെച്ചോളൂ. ക്യാമറ ട്രാക്ക് ആൻഡ് ട്രോളിയിലാണ്. ആരോട് ചോദിച്ചിട്ട്? സാറിന്റെ എല്ലാ പടത്തിലും സാറാണ് ക്യാമറ വെക്കുന്നത്. ഞാനാണല്ലോ ഈ പടം സംവിധാനം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്... താൻ എന്തിനു ഉദ്ദേശിക്കുന്നു? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്റെ പടം കാണാൻ വരുന്നത് എന്നെ കാണാനാണ്. ആർക്കറിയാം ഉദയഭാനു എന്ന് പറയുന്ന സംവിധായകനെ? ക്യാമറ ക്രെയിനിൽ എടുത്ത് വെക്കൂ. അല്ല, എന്താണെന്നറിയോ മിസ്റ്റർ സരോജ്, ഈ സീനിന് മുമ്പ് വരുന്ന 2 സീനുകളിലും ക്യാമറ മുഴുവൻ സമയം ക്രെയിന്റെ മേളിലാണ്. അപ്പൊ അതുകൊണ്ടാ ഈ സീനില്... ആണോ? അതാദ്യം പറയണ്ടേ? എങ്കിൽ ക്യാമറ എവിടെ വേണമെങ്കിലും വെച്ചോളൂ. ഐ എം റെഡി. പച്ചാളം, കം ഓൺ. സാർ ക്യാമറ വെക്കാതെ ഈ ഷോട്ട് ശരിയാവോ? I will manage. ഈ കിഴങ്ങനേതാ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ, ഷൂട്ടിംഗ് നടക്കത്തില്ല. ഓക്കെ, എവരിബഡി ഗെറ്റ് റെഡി.